ഹലോ, വെൽക്കം ടു ട്രാൻസെൻഡ് സൈക്കോളജി ലെസൺസ്. എൻ്റെ പേര് സാദിഖ് മൻസൂർ. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യം, സൈക്കി എന്ന് പറഞ്ഞ വാചകവും ലോഗോസ് എന്ന് പറയുന്ന വാചകവും രണ്ട് വേർഡ്സ് തമ്മിൽ ചേർന്നിട്ടാണ് സൈക്കോളജി ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഈ സൈക്കി എന്ന് പറയുന്ന വാചകത്തിൻ്റെ ഉത്ഭവം നമ്മൾ തേടി പോകുമ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ, ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ് സൈക്കി. ഗ്രീക്ക് മിത്തോളജിയിൽ സൈക്കി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ദേവതയായിരുന്നു എന്ന് കാണാൻ പറ്റും. ആത്മാവിൻ്റെ ദേവതയായിരുന്ന സൈക്കിയാണ്, ആ വാചകമാണ് പിന്നീട് ആത്മാവിനെ കുറിച്ചുള്ള പഠനം, മനസ്സിനെ കുറിച്ചുള്ള പഠനം, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വിഷയം എന്നുള്ള നിലയിൽ സൈക്കോളജിയിൽ വന്നുപെടുന്നത്. നമ്മൾ സൈക്കി എങ്ങനെയാണ് ആത്മാവിൻ്റെ ദേവതയായത് എന്നുള്ള കഥയാണിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മോർട്ടൽ വിമൺ ആയി ജനിച്ച സൈക്കി ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യപ്പെടുകയും ആത്മാവിൻ്റെ ദേവതയായിട്ട് ഉയരുകയും ചെയ്തു. മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരിച്ചു വന്ന നശ്വരരായ മനുഷ്യരാണ്. നമ്മൾ അനശ്വരരായ ദൈവങ്ങൾ അല്ലെങ്കിൽ അനശ്വരതയിലേക്കുള്ള മനുഷ്യൻ്റെ ഒരു പ്രയാണം ആണ് ഈ കഥ സൂചിപ്പിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ സൈക്കിയെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നത് 2ാം സെഞ്ചുറിയിൽ, 2nd സെഞ്ചുറി AD റോമൻ ഫിലോസഫറും എഴുത്തുകാരനും ഒറേറ്ററൊക്കെ ആയിരുന്ന അപ്യൂലിയസ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഗോൾഡൻ ആസ് അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന കഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളൊക്കെ പോലെ ഒരു വലിയ കഥകളുടെ സമാഹാരമാണ് ഈ ഗോൾഡൻ ആസ്. ഇതിനകത്ത് നമ്മൾ ഒരു കഥാപാത്രത്തെ കാണുന്നുണ്ട്, ലുഷ്യസ് എന്ന് പറയുന്ന. 11ഓളം പുസ്തകങ്ങളുള്ള ഈ ഗോൾഡൻ ആസ് ലാറ്റിൻ ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടത്. നമുക്ക് അത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ആ ലുഷ്യസ് എന്ന് പറഞ്ഞ കഥാപാത്രം, അദ്ദേഹം മാജിക്കിൽ തൽപരനായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മാജിക്കുകൾ ശ്രമിച്ചിട്ട്, നമ്മൾ ഇപ്പോഴത്തെ മാജിക് എന്നുള്ള നിലയിലല്ല, നമ്മൾ ആൽക്കമിയെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഒരു ഹയർ ഓർഡർ മാജിക്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഗ്രഹം ഒരു പക്ഷിയായി മാറാനായിരുന്നു. പക്ഷിയായി മാറാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ സ്പെൽ അല്ലെങ്കിൽ ആ മന്ത്രം തെറ്റിപ്പോവുകയും അദ്ദേഹം ഒരു ഡോങ്കി, കഴുതയായിട്ട് മാറുകയും ചെയ്തു. എന്നിട്ടൊരു യാത്ര പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഹി ഇസ് ഇവൻച്വലി റിസ്റ്റോർഡ്. അവിടെ സ്പെല്ലിംഗ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അയാളെ ഈജിപ്ഷ്യൻ ദേവതയായ ഐസിസ് മനുഷ്യൻ രൂപത്തിലേക്ക് തിരിച്ചു മാറ്റി എന്നാണ് കഥ. അപ്പോൾ ഈ ഡോങ്കി ആയിട്ടുള്ള യാത്രയിൽ ലൂഷ്യസ് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ആ വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നായിട്ട് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും കാണാൻ പറ്റും. ആ പുസ്തകത്തിന്റെ 4 മുതൽ 6, 11 പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ 4 മുതൽ 6 വരെ ഈ സൈക്കിയുടെ ഹസ്ബൻഡായി മാറിയ ദേവനായ ക്യൂപ്പിഡിന്റെയും കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട്, വളരെ വളരെ പണ്ടാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. 2nd സെഞ്ചുറി AD ഈ കഥ പറഞ്ഞിരുന്നത് 2500-3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കഥയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു രാജാവിനും രാജ്ഞിക്കും 3 സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ഇളയ ആളായിരുന്നു സൈക്കി. സൈക്കിയുടെ ഭംഗി തൻ്റെ സഹോദരിമാരെക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. ആ ഒരുപാട് ഭംഗിയുള്ള സൈക്കിയെ കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾ, അതുപോലെ പുരോഹിതന്മാരൊക്കെ അഫ്രഡൈറ്റി അല്ലെങ്കിൽ വീനസ് എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിലെ അവരുടെ ആ കാലത്തെ വിശ്വാസം അനുസരിച്ചുള്ള ഒരുപാട് ദൈവങ്ങളും ദേവതകളും ഒക്കെ ഉണ്ട്. അതിൽ ഭംഗിയുടെയും സെക്സിന്റെയും ലെസ്റ്റിന്റെയും ഒക്കെ ബ്യൂട്ടിയുടെയും ദേവതയായിരുന്ന അഫ്രഡൈറ്റി, റോമൻ പേരാണ് വീനസ്. അപ്പോൾ ആ അഫ്രഡൈറ്റിയുടെ ഭംഗിയെ, ആ അഫ്രഡൈറ്റിയെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അഫ്രഡൈറ്റിയെ പോലെ ഭംഗി ഉണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങി. പലരും ഗോഡസസിനെ, അഫ്രഡൈറ്റിയെക്കാളും ഭംഗിയുണ്ട് സൈക്കിക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി. ചില കഥകളിലൊക്കെ
അവളെ കാണുമ്പോൾ ഇത് ഇനി ദേവത തന്നെ ഇറങ്ങി വന്നതാണോ എന്ന് പലരും മിസ്റ്റേക്ക് ചെയ്യുന്ന പോലും ഉണ്ടെന്ന് കഥകളിൽ പറയുന്നു. അപ്പോ ഈ രാജാവിന്റെയും രാജ്ഞിയുടെയും മകളായി ജനിച്ച സൈക്കി തന്റെ ഭംഗി കാരണം വളരെ പ്രശസ്തയായി. ചുറ്റുമുള്ള നാടുകളിൽ നിന്ന് ആളുകളൊക്കെ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും അവളെ കാണാനും അവളെ അഡ്മയർ ചെയ്യാനും അവളെ ആരാധിക്കാനും വരാൻ തുടങ്ങി. അങ്ങനെ ഭംഗിയുടെ ദേവതയായ ആഫ്രഡൈറ്റിയുടെ ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ് ഈ ഒരു പെൺകുട്ടിയുടെ എക്സിസ്റ്റൻസ് കാരണം ത്രെറ്റൻഡ് ആയി, അല്ലെങ്കിൽ ഭീഷണിയായി. അപ്പോൾ ഗോഡസിന് ദേഷ്യം വന്നു. മനുഷ്യന്റെ ഒരു മോർട്ടൽ വുമണായ ഈ ഒരു സൈക്കിയെ തന്നെക്കാളും ആളുകൾ അഡ്മയർ ചെയ്യുന്നു എന്നുള്ളത് അഫ്രഡൈറ്റിയെ വളരെ ചൊടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അഫ്രഡൈറ്റി തന്റെ മകനെ വിളിച്ചു. അഫ്രഡൈറ്റിയുടെ മകൻ ഒരു ദേവനാണ്, ഇറോസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ക്യൂപ്പിഡ് എന്നുള്ള പേരിലാണ്. ഈ ഇറോസിന് നമ്മൾക്ക് വീണ്ടും കഥകളിൽ നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അമ്പും വില്ലും ഉണ്ട്. ആ അമ്പും വില്ലും അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ അമ്പ് കൊണ്ടാണ് ആരെങ്കിലും ഈ ഇറോസ് പ്രണയത്തിന്റെ ദേവനായ ഇറോസ് എന്ത് ചെയ്യാം, പ്രണയത്തിൽ വീഴ്ത്താം. ഒരാൾ ആ അമ്പ് തറച്ച ഒരാൾ അടുത്ത നിമിഷം കാണുന്നത് ആരെയായാലും അവരുമായിട്ട് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത പ്രണയത്തിലാവുമെന്നാണ് ഇറോസിനെ കുറിച്ചുള്ള മിത്ത്. അപ്പോ ഈ ഇറോസിനെ വിളിച്ചിട്ട് ആഫ്രഡൈറ്റി സൈക്കിയോടുള്ള ദേഷ്യം തീർക്കാൻ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട്? അവളെ പോയിട്ട് വളരെ നീചമായ ഒരു ഹിഡിയസ് ആയിട്ടുള്ള ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു ജീവിയോട് പ്രണയത്തിൽ വീഴ്ത്താനും, അങ്ങനെ ഒരു ഹീനസ് ആനിമൽ ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും കല്യാണം കഴിക്കുകയും ചെയ്താൽ പിന്നെ തന്റെ കാര്യം സേഫ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇറോസിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇറോസ് ക്യൂപ്പിഡ് പുറപ്പെട്ടു. അവിടെ സൈക്കിയുടെ അടുത്ത് എത്തി. സൈക്കി ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. അവളുടെ അടുത്ത് പോയിട്ട് അവളെ തന്റെ ആരോ കൊണ്ട് കുത്താൻ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള രൂപം അവളുടെ മുമ്പിൽ എത്തുകയും വേണം. പക്ഷെ സൈക്കി ഉണരുകയും സൈക്കിയുടെ ഭംഗി കണ്ടിട്ട് അസ്ത്രപ്രജ്ഞനായിപ്പോയ തരിത്തുപോയ ക്യൂപ്പിഡ് തന്റെ അമ്പ് കൊണ്ട് തന്റെ ദേഹത്തിൽ തന്നെ അറിയാതെ കുത്തിപ്പോയി എന്ന് നമുക്ക് പറയാം. ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥയിൽ പറയുന്ന കൈ കൊണ്ട് ആപ്പിൾ മുറിച്ചു പോയ ജോസഫിന്റെ ഭംഗി കണ്ടിട്ട് ആ കൈ മുറിച്ചു പോയ സ്ത്രീകളെ പോലെ സൈക്കിയുടെ ഭംഗി കണ്ടിട്ട് ഇറോസ് അറിയാതെ തന്റെ ആരോ കൊണ്ട് തന്റെ ദേഹത്ത് തന്നെ കുത്തുകയും അവളുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു പ്രണയത്തില് ഇറോസ് ആവുകയും ചെയ്തു. ഇതേ സമയം ഇതൊന്നും ആർക്കും കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഇതേ സമയം അവളുടെ 2 സഹോദരിമാരും ഇവളോട് ഭയങ്കര അസൂയാലുക്കളാണ്. പക്ഷേ അവരെ രണ്ടുപേരെയും ആരൊക്കെയോ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. പക്ഷേ സൈക്കിക്ക് മാത്രം വിചാരിച്ച പോലെ ഒരു വരനെ കിട്ടിയില്ല. കാരണം വരുന്ന ആളുകളിൽ മിക്കവാറും അവളുടെ ഭംഗിയെ അഡ്മയർ ചെയ്യുക, അവരെ ആരാധിക്കുക എന്നുള്ളതിലുപരി അവളെ കല്യാണം കഴിക്കാനൊന്നും ആരും തൽപരരായിരുന്നില്ല. ഈ ഒരു വിഷയത്തിൽ വളരെ സങ്കടപ്പെട്ട് രാജാവും രാജ്ഞിയും അന്ന് ഇന്നത്തെ പോലെ എന്ന് പറയാം, ഇന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ആദ്യം ഓടുന്നത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. അപ്പോ ഡെൽഫയിലുള്ള ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദിനി എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വയ്ക്കാം. അപ്പോ അപ്പോളോ ദൈവത്തിന്റെ ക്ഷേത്രത്തില് താമസിക്കുന്ന ഒറാക്കിളിന്റെ അടുത്തേക്ക് ഈ രാജാവും രാജ്ഞിയും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോളോ ദൈവമാണ് ഒറാക്കിളിലൂടെ സംസാരിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോ അപ്പോളോ അല്ലെങ്കിൽ ഒറാക്കിൾ അവരോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ സങ്കടപ്പെടണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ദൈവങ്ങൾ പോലും ഭയക്കുന്ന ഒരു ബീസ്റ്റിനെയാണ്. അവളെ ഫ്യൂണറൽ ക്ലോത്ത്സിൽ, അതായത് വെളുത്ത വസ്ത്രങ്ങളിലൊക്കെ ഇടിപ്പിച്ച് ഈ രാജ്യത്തുള്ള ഏറ്റവും ടോളസ്റ്റ് റോക്ക് സ്പയറിലേക്ക്, ഒരു പാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ചോളൂ. അവിടെ അവളുടെ വിധി അവളെ കാത്തിരിപ്പുണ്ട് എന്ന് ഒറാക്കിൾ പറഞ്ഞു. രാജാവ് വളരെ വിഷമിച്ച് തിരിച്ചു പോവുകയും പക്ഷെ
ദൈവത്തിന്റെ ആജ്ഞയാണ്, അത് അദ്ദേഹം അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറാക്കിളിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്ന രാജാവ് സൈക്കിയെ പറഞ്ഞ പോലെ അവളെ അവളുടെ വിധിക്ക് വിടാൻ വേണ്ടിയിട്ട് അവളെ ഒരു പാറക്കെട്ടിലെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോന്നു. അവിടെ ഒരു ബീസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവളെ ഒറാക്കിൾ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഒരു സാധനത്തെ വെയിറ്റ് ചെയ്യുന്ന സൈക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടേക്ക് അങ്ങനെ ആരും വരുന്നൊന്നുമില്ല. പക്ഷെ ചില കഥകളിലൊക്കെ ഇറോസ് അവിടെ അവളെ നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഇറോസിന്റെ നിർദ്ദേശപ്രകാരം ഈ ഗ്രീക്ക് ദൈവങ്ങളില് കാറ്റിന്റെ ദേവൻ ആണെന്ന് പറയാൻ പറ്റുന്ന സിഫൈറസ് അവളെ ആ പാറക്കെട്ടിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അവള് നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉണർന്ന സമയത്ത് അവൾ കാണുന്നത് താനൊരു സ്വർണം കൊണ്ടും രത്നങ്ങളെ കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരത്തിനകത്ത് എത്തിപ്പെട്ടതായിട്ടാണ്. അങ്ങനെ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന സൈക്കിയോട് ഒരു ഇൻവിസിബിൾ വോയിസ്, അവൾ ആരെയും കാണുന്നൊന്നുമില്ല, പക്ഷെ ഒരു വോയിസ് അവളോട് പറഞ്ഞു, ഇത് നിന്റെ വീടാണ്, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിന്റേതാണ്, അതുകൊണ്ട് യു മേക്ക് യുവർ സെൽഫ് അറ്റ് ഹോം, ഹാപ്പി ആയിട്ട് ഇവിടെ നിന്നോളണം. അങ്ങനെ അവിടെ അവള് വളരെ നല്ല രീതിയിലൊരു കുളിയൊക്കെ കുളിച്ച് വലിയ വിരുന്നൊക്കെ കഴിച്ച് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അവള് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പാടി കൊടുക്കുന്നുണ്ട്. അത് അവളുടെ ഹസ്ബൻഡ് ആണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ രാത്രി മാത്രമേ ഇറോസ് അവളെ വിസിറ്റ് ചെയ്തുള്ളൂ. ക്യൂപ്പിഡ് അവളുടെ അടുത്ത് വരുന്നത് രാത്രി സമയങ്ങളിൽ മാത്രമാണ്. അവൾ ഇതുവരെ അവളുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. മാത്രമല്ല അവളെ ഫോർബിഡ് ചെയ്തു. അവളോട് പറഞ്ഞു, ഇനി എന്റെ പേരോ ഞാൻ ആരാണെന്നോ എന്റെ ഐഡന്റിറ്റിയോ നീ അറിയേണ്ടതില്ല, അറിയാൻ ശ്രമിക്കരുത്. അത് അല്ല നമ്മുടെ റിലേഷന്, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലത് നമ്മൾ രണ്ടുപേരും ഒരു ഈക്വൽ പോലെ കാണുന്നതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇറോസ് അങ്ങനെ ഒരു നിബന്ധന കണ്ടീഷൻ വെച്ചിട്ടാണ് അവളുമായിട്ട് സംഗമിക്കുന്നത്. ആദ്യത്തെ ആഴ്ചകളൊക്കെ നല്ല സന്തുഷ്ടമായിട്ട് പോയി. ആദ്യമൊക്കെ അവൾക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവൻച്വലി സൈക്കി ഈ ഒരു ഇൻവിസിബിൾ മാൻ ആയിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. അവൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നുണ്ട് കഥയില്. അങ്ങനെ പകൽ സമയങ്ങളിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അവൾ രാത്രി ഹസ്ബൻഡ് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഏകാന്തത അനുഭവപ്പെട്ടു. ഒരു ദിവസം അവൾ ഭർത്താവിനോട് തനിക്ക് തന്റെ സഹോദരിമാരെ കാണേണ്ടിയിരുന്നു എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവര് സൈക്കി മരിച്ചിട്ടുണ്ടാവും, അല്ലെ സൈക്കിയെ ബീസ്റ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അതിൽ വിഷമിച്ചിരിക്കുകയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവരെ കണ്ടാലോ എന്ന് അവൾ ആഗ്രഹം പറഞ്ഞു. ആദ്യം കുറച്ച് എതിർപ്പൊക്കെ കാണിക്കുകയും അവളെ വാണിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇറോസ് അവളുടെ ആവശ്യത്തിന് വഴങ്ങി കൊടുത്തു. എന്നിട്ട് അവളുടെ ഫാമിലിയെ പാലസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവൾക്ക് അനുവാദവും കൊടുത്തു. സിഫൈറസിന്റെ അടുത്ത് ഈ സിസ്റ്റേഴ്സ് അവളെ കാണാൻ വരുന്ന സമയത്ത് ആ റോക്ക് സ്പൈറിൽ നിന്ന് പാലസിലേക്ക് അവരെ കൊണ്ടുവരാൻ ഏൽപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പാലസിലേക്ക് വന്നു. അങ്ങനെ പാലസിലേക്ക് വന്ന് അവളുടെ സിസ്റ്റേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ സൈക്കിയുടെ സമ്പത്തും അവളുടെ അഭിവൃദ്ധിയും ഭാഗ്യവും ഒക്കെ കണ്ടപ്പോൾ അവര് ഭയങ്കര അസൂയാലുക്കളായി. അവര് നിന്റെ ഹസ്ബൻഡ് ആരാണെന്നും അയാളെ എങ്ങനെയാണെന്നും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആദ്യം കുറെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സൈക്കി അവസാനം അവരോട് സത്യം പറഞ്ഞു. അതായത്, ഞാൻ ഇതുവരെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫേസ് കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയില്ല. ഇതൊക്കെ കേട്ടപ്പോ ദേഷ്യവും അസൂയയും ഒക്കെ കൂടി ചേർന്ന സഹോദരിമാര് അവര് ഒറാക്കിൾ പണ്ട് പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ച് സൈക്കിയോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതൊരു ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്, അതൊരു നല്ല മനുഷ്യനൊന്നും അല്ല, അവൾ വളരെ കൈൻഡ് പേഴ്സൺ ആണെന്ന് പറയുമ്പോഴും ഇൻഫാക്ട് ഒരു മോൺസ്റ്റർ ആണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് നീ അയാളെ കൊല്ലുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് ഈ സഹോദരിമാര് സൈക്കിയെ ഉപദേശിച്ചു കൊടുത്തു. സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സൈക്കി അവളുടെ സഹോദരിമാരുടെ വാക്കുകളിൽ കുറച്ചൊക്കെ ഒന്ന് മനംമാറ്റം വന്ന് അന്ന് രാത്രി ഇറോസ് ഉറങ്ങുന്ന സമയത്ത് ആ റൂമിനകത്തേക്ക് ഒരു
ഓയിൽ ലാമ്പും ഒരു വിളക്കും ഒരു കത്തിയുമായിട്ട് കത്തി ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അന്ന് രാത്രി അവർ രണ്ടുപേരും കണ്ട് ഉറങ്ങുന്ന ഇറോസിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ ഈ ലാമ്പ് കത്തിച്ച് അവളുടെ ഹസ്ബൻഡിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് ഇതൊരു ദേവനാണ്, ഞാൻ വിചാരിച്ച പോലെ ഒരു മോൺസ്റ്റർ ഒന്നുമല്ല, ഇതൊരു ഗോഡ്ലി പേഴ്സൺ ആണ് എന്ന് അവൾ മനസ്സിലാക്കി. തന്റെ വിഡ്ഢിത്തത്തെ, ഇത്രയും സംശയിച്ച തന്റെ മണ്ടത്തരത്തെ അവള് പഴിക്കുന്നുണ്ട്. പക്ഷേ ഈ വിളക്കും കത്തിയുമായിട്ട് നിൽക്കുന്ന അവൾ ഇങ്ങനെ നീങ്ങിയപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഇമേജ് ചിലപ്പോൾ കാണാൻ പറ്റും. അവൾ ഒരു നമ്മൾ ഉറക്കത്തില് ഉറങ്ങുന്ന ദേവന്റെ മുകളിൽ ഒരു ലാമ്പും കത്തിയായിട്ട് പിടിച്ചു നിൽക്കുന്ന, അങ്ങനെ അവള് ഇളകിയ സമയത്ത് ഒരു ഡ്രോപ്പ് ഓയിൽ, ഭയങ്കര തിളച്ച എണ്ണ ഇറോസിന്റെ ഷോൾഡറിലേക്ക് വീഴുകയും ഇറോസ് ദേവൻ എഴുന്നേൽക്കുകയും ചെയ്തു. തന്റെ ഭാര്യയുടെ പ്രവൃത്തികളിൽ വഞ്ചിതനായിട്ട് തോന്നിയ ഇറോസ് തന്നെ വിശ്വാസമില്ലാതെ തന്റെ എന്താ പറയാ ആവശ്യങ്ങൾ തിരസ്കരിച്ചതിന്റെ പേരിൽ ഇറോസ് അവിടുന്ന് ഉടനെ പറന്നുപോയി തന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചുപോയി തന്റെ മുറിവ്, ഓയിൽ ലാമ്പിൽ നിന്നുള്ള പൊള്ളലിന് ചികിത്സയും തേടാം. ഇറോസ് അപ്രത്യക്ഷനായതോടുകൂടി അതിന്റെ കൂടെ പാലസ് അപ്രത്യക്ഷമായി, അതേപോലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അപ്രത്യക്ഷമായി. സൈക്കി അവളുടെ സഹോദരിമാരുടെ കൂടെ അവര് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ എത്തിപ്പെട്ടു. വളരെ സങ്കടപ്പെട്ട് സൈക്കി അവളുടെ സഹോദരിമാരോട് പറഞ്ഞു എന്താ സംഭവിച്ചതെന്നും അത് ഒരു മോൺസ്റ്റർ അല്ല, അതൊരു ദേവനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അവള് വളരെ സങ്കടത്തോടു കൂടി ഇത് പറഞ്ഞപ്പോ സഹോദരിമാര് സങ്കടം അഭിനയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവരുടെ ഉള്ളില് വേറൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വഞ്ചകിയായ സൈക്കിയെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെ അയാളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കുമോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഈ സൈക്കിയെ ഉപേക്ഷിച്ചിരുന്ന റോക്ക് സ്പയർ വരെ യാത്ര ചെയ്ത് അവിടുന്ന് താഴേക്ക് ചാടി സിഫൈറസ് അവരെ പിടിച്ചിട്ട് അവരെ രക്ഷിക്കും, നേരത്തെ പോലെ പാലസിലേക്ക് കൊണ്ടുപോകും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവരുടെ ഉള്ളിരിപ്പ് അറിയാവുന്ന കാറ്റിന്റെ ദേവൻ അവരെ പിടിക്കാതെ, അല്ലെങ്കിൽ അവരെ അവരുടെ വിധിയിലേക്ക്, മരണത്തിലേക്ക് വീഴാൻ അനുവദിച്ചു എന്ന് കഥ. വളരെ സങ്കടപ്പെട്ട് സൈക്കി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, കാമുകന് വേണ്ടിയിട്ട് അലഞ്ഞു തിരയാൻ തുടങ്ങി. ഒരുപാട് ദേവന്മാരുടെ അടുത്തൊക്കെ അവൾ പോയിട്ട് അപേക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എനിക്ക് ഇറോസിനുമായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള വഴികളെ കുറിച്ച് അന്വേഷിച്ചിട്ട്. പക്ഷെ ആരും അവരെ സഹായിക്കുന്നില്ല. കാരണം അഫ്രഡൈറ്റിയെ ദേഷ്യം പിടിപ്പിക്കാൻ ദേവന്മാർക്കും ദേവതകൾക്കും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. അഗ്രികൾച്ചറിന്റെ ദേവതയായ ഡിമീറ്റർ അവസാനം ഇവളുടെ ഈ അലച്ചിലിൽ വിഷമം ആയിട്ട് അവളോട് പറഞ്ഞു, നീ അഫ്രഡൈറ്റിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുക, എന്നിട്ട് അവളോട് ദേവതയോട് തന്നെ മാപ്പ് അപേക്ഷിച്ചു ഫോർഗീവ്നെസ്സിന് വേണ്ടി ബെഗ് ചെയ്ത് നോക്കാൻ. അഫ്രഡൈറ്റി അതേ സമയം ഇറോസിനെ തന്റെ ഓയിൽ ലാമ്പിൽ നിന്ന് വീണ മുറിവുകൾ മാറ്റി കൊടുക്കുകയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച വിവരമൊക്കെ അഫ്രഡൈറ്റി മകനിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് സൈക്കി വന്നിട്ട് തന്റെ പ്രശ്നങ്ങള് ദേവതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദേഷ്യം വന്ന അഫ്രഡൈറ്റി ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളോട് പറഞ്ഞു, ഒരു ഇമ്മോർട്ടൽ ഗോഡായ എൻ്റെ മകനെ കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് എങ്കിലും വേണം. നിനക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്നോ, അല്ലെങ്കിൽ നിനക്ക് അത് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഫ്രഡൈറ്റി കുറച്ച് ടാസ്കുകൾ സൈക്കി കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് അഫ്രഡൈറ്റി സൈക്കിയുടെ മുമ്പിൽ വെച്ചത് ഒരു കുന്ന് ധാന്യങ്ങളായിരുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ധാന്യങ്ങൾ പലതും, ബാർലിയും വീറ്റും ബീൻസും പോപ്പി സീഡ്സും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണമെന്ന് സൈക്കിയോട് അഫ്രഡൈറ്റി ആവശ്യപ്പെടുക. ഈ ധാന്യങ്ങളുടെ കുന്നിന്റെ അടുത്തിരുന്നിട്ട് ഇത് ഞാൻ എങ്ങനെ ചെയ്തു തീർക്കുമെന്ന് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സൈക്കിയോട് പിറ്റി തോന്നിയിട്ട്, അവളോട് വിഷമം തോന്നിയിട്ട്, അനുകമ്പ തോന്നിയിട്ട് ഒരു
ഉറുമ്പ് തന്റെ കോളനിയിലുള്ള മുഴുവൻ ഉറുമ്പുകളെയും വിളിച്ചു വരുത്തിയിട്ട് ആ ഗ്രെയിൻ സോർട്ട് ചെയ്യാൻ സൈക്കിയെ സഹായിക്കാൻ തീരുമാനിച്ചു. അഫ്രഡൈറ്റി വൈകുന്നേരം വരുമ്പോൾ കാണുന്നത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. ആൻഡ് സൈക്കിക്ക് അഫ്രഡൈറ്റി പുതിയൊരു ടാസ്ക് കൊടുത്തു. പുതിയ ടാസ്ക് ആയിട്ട് ഈ തവണ കൊടുത്തത് ഒരു കൂട്ടം മെയിൽ ഷീപ്പ്, റാം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൽ ഷീപ്പാണ്. അപ്പോൾ അവരുടെ ഗോൾഡൻ ഫ്ലീസ് പോയിട്ട് മുറിച്ചിട്ട് കൊണ്ടുവരാനാണ്. ഈ ഷീപ്പാണെങ്കിലോ ഈ റാംസ് ആണെങ്കിലോ വളരെ വയലന്റ് ആണ്. അവരിൽ നിന്ന് ഇത് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച പണിയാണ്. അപ്പൊ ഈ ഷീപ്പ് തന്നെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് ഇതിലും നല്ലത് അവിടെയുള്ള റിവറിൽ മുങ്ങിയിട്ട് മരിക്കുന്നതാണെന്ന് സൈക്കി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആ പുഴയുടെ ദേവനായിരുന്ന ഒട്ടമോയ് അവളോട് സംസാരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇത്രയും കഷ്ടതകളൊക്കെ അനുഭവിച്ച നീ നിന്റെ മരണം കൊണ്ട് എൻ്റെ വെള്ളത്തിനെ ചീത്തയാക്കരുത്, പൊല്യൂട്ട് ചെയ്യരുത്, മലിനമാക്കരുത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഈ റാംസ് ഈ ആടുകള് കുറച്ച് കഴിഞ്ഞാല് കാലാവസ്ഥ തണുക്കുന്ന സമയത്ത് അവരും കാമാവും. ആ സമയത്ത് നിനക്ക് അവരുടെ രോമങ്ങള് മുറിച്ചെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് അങ്ങനെ ചെയ്യുകയും ഈ ഒരു അന്തരീക്ഷം തണുക്കുന്നവരെയും ഈ മാടുകള് ഷീപ്പ് ഒന്ന് കാമാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഈ ഗോൾഡൻ രോമങ്ങൾ ഫ്ലീസ് അവരുടെ പുറത്തുനിന്ന് എടുത്ത് അഫ്രഡൈറ്റിക്ക് കൊണ്ടുപോയി സമർപ്പിച്ചു സൈക്കി. ഈ ഒരു പ്രവൃത്തിയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ അഫ്രഡൈറ്റി അവൾക്ക് മൂന്നാമത്തെ ടാസ്ക് കൊടുത്തു. റിവർ സ്റ്റിക്സ് എന്ന് പറയുന്ന പുരാണത്തിലുള്ള ഒരു പുഴയിൽ നിന്ന് ബ്ലാക്ക് വാട്ടേഴ്സ് കളക്ട് ചെയ്യാൻ ഒരു ക്രിസ്റ്റൽ കപ്പ് കൊടുത്തിട്ട് ആരെ പറഞ്ഞയച്ചു? സൈക്കിയെ അതിനടുത്തേക്ക് പറഞ്ഞയച്ചു. ആ ഒരു ക്രിസ്റ്റൽ കപ്പുമായിട്ട് ഈ ബ്ലാക്ക് വാട്ടേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കി പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ഈ ഒരു വലിയ ക്ലിഫൊക്കെ കയറിയിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് ഇത് എടുത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ ജീവൻ അപകടത്തിലാക്കുന്ന കാര്യമാണ്. അത് എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സൈക്കിയെ ഇത്തവണ സഹായിച്ചത് ഗ്രീക്ക് ദേവന്മാരിൽ ഏറ്റവും ഉയർന്ന അവരുടെ നമ്മുടെ ഇന്ദ്രനൊക്കെ പോലെ അവിടുത്തെ സിയൂസ് ആണ്. ഈ പെൺകുട്ടിയോട് വിഷമം തോന്നിയിട്ട് അവളോട് സഹതാപം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ പരുന്തിനെ പറഞ്ഞയച്ചു കൊടുത്തു ഈ റിവർ സ്റ്റിക്സിലുള്ള ബ്ലാക്ക് വാട്ടർ കളക്ട് ചെയ്യാൻ. അപ്പോൾ ഈ പരുന്ത് വന്ന് അവളുടെ ക്രിസ്റ്റൽ കപ്പ് കൊത്തിയെടുത്തിട്ട് അവിടെ വരെ പറന്നുപോയി ഈ വാട്ടർ കളക്ട് ചെയ്ത് സൈക്കിക്ക് കൊണ്ടുപോയി കൊടുത്തു. ഈ ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അഫ്രഡൈറ്റി അവൾക്ക് നാലാമത്തെ ടാസ്ക്, ഫൈനൽ ടാസ്ക് ആണ് കഥയിൽ കൊടുക്കുകയാണ്. സൈക്കിക്ക് ഒരു ഗോൾഡൻ ബോക്സ് കൊടുത്തിട്ട് അഫ്രഡൈറ്റി സൈക്കിയെ പറഞ്ഞയക്കുന്നത് അണ്ടർ വേൾഡിലേക്കാണ്. പഴയ പുരാണങ്ങളിൽ നമ്മുടെ വിശ്വാസങ്ങളിലൊക്കെ നമുക്ക് ഒരു പാതാള ലോകം അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് മരിച്ചവർ പോകുന്ന അല്ലെങ്കിൽ രാക്ഷസന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ഷുദ്രജീവികളൊക്കെ ഉള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഒരു അണ്ടർവേൾഡ് പല കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ അണ്ടർവേൾഡിലേക്ക് ഈ ഗോൾഡൻ ബോക്സുമായിട്ട് പുറപ്പെടുന്ന സൈക്കിയോട് പറയുന്നത് അണ്ടർവേൾഡ് ക്വീനായ അണ്ടർവേൾഡിന്റെ രാജ്ഞിയായ പേഴ്സിഫോൺ, ഗോഡസ് ഓഫ് സ്പ്രിങ്ങും കൂടെയാണ് കഥകളിൽ. ആ പേഴ്സിഫോണിന്റെ ഭംഗി കുറച്ച് കളക്ട് ചെയ്തിട്ട് വരാനാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെ പോവും എന്നറിയാത്ത സൈക്കി ഇതെങ്ങനെ ചെയ്യും, ഇത് സാധിക്കില്ല വിചാരിച്ച് തന്റെ ജീവൻ കൊടുക്കാൻ വീണ്ടും നേരത്തെ പോലെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ടവറിന്റെ മുകളിൽ കയറി അവിടുന്ന് താഴേക്ക് ചാടാനായിരുന്നു സൈക്കിയുടെ പ്ലാൻ. പക്ഷെ ആ ടവർ സംസാരിക്കുകയും സൈക്കിയോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് സൈക്കിയോട് പറഞ്ഞു, സ്പാർട്ട എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബോർഡറിലേക്ക് പോവുക, അവിടെ നിനക്ക് എന്ത് കാണാൻ കഴിയും? അണ്ടർവേൾഡിലേക്കുള്ള പാസേജ് കാണാൻ കഴിയും. അണ്ടർവേൾഡിലേക്ക് എങ്ങനെയാ പോകണ്ടേന്ന് ടവർ പറഞ്ഞു കൊടുത്തായിട്ട് കഥകളിൽ കാണാം. അപ്പോൾ ആ ഒരു അണ്ടർവേൾഡിലേക്കുള്ള വഴിയിൽ ഒരു തോണി ഉണ്ട്, അതിന് അവിടെ കടക്കാൻ നിനക്ക് ഇത്ര കോയിന് വേണ്ടി വരും, അത് കൊടുത്തിട്ട് നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ സൈക്കിക്ക് പേഴ്സിഫോൺ തന്റെ ഭംഗിയിൽ നിന്നൊരംശം സ്വമേധയാ ബോക്സിൽ നിറച്ചു കൊടുത്തപ്പോൾ സൈക്കി തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്തായാലും അത് വാങ്ങിയിട്ട് തിരിച്ച് അഫ്രഡൈറ്റിയുടെ അടുത്തേക്ക് ആ ബോക്സിൽ
ഭംഗിയും പെർസെഫോൺ കൊടുത്ത ഭംഗിയുമായിട്ട് പോകുമ്പോൾ സൈക്കി ഭയങ്കര ക്യൂരിയസ് ആയി. സൈക്കിക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയണം. മാത്രമല്ല സൈക്കിക്ക് തിരിച്ച് അഥവാ ഞാനിപ്പോ തിരിച്ചു പോയിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ക്ഷീണിതയായിട്ട് തന്നെ കാണാൻ തന്റെ ഭംഗിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഞാനും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് കൂടെ സൈക്കി ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി. പക്ഷെ അതിൽ നിന്ന് ഭംഗിയുടെ ഒരു സാമ്പിളിനൊക്കെ പകരം അതിൽ നിന്നൊരു ചെറിയ ഡാർക്ക് ക്ലൗഡ് അവളെ പൊതിയുകയും അവള് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക്, അഗാധമായ നിദ്രയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് ഇറോസ് തന്റെ മുറിവൊക്കെ മാറി വീണ്ടും തന്റെ ഭാര്യയെ സൈക്കിയെ തെരഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ സൈക്കിയെ പോയി നോക്കുമ്പോൾ സൈക്കി ഈ അണ്ടർവേൾഡിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ബോധം കെട്ട് കിടന്നുറങ്ങുന്നതാണ് ഇറോസ് കാണുന്നത്. അവളെ പതുക്കെ തട്ടി ഉണർത്തിയിട്ട് അവളോട് ഈ ബോക്സും കൊണ്ട് അഫ്രഡൈറ്റിയുടേക്ക് എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇറോസ് എങ്ങോട്ട് പുറപ്പെട്ടു? ദേവന്മാരുടെ ദേവനായ സിയൂസിന്റെ അടുത്തേക്ക് തന്റെ പ്രശ്നങ്ങൾ പറയാൻ പുറപ്പെട്ടു. അങ്ങനെ ആകാശത്തിന്റെയും ഇടിമിന്നലിന്റെയും ഒക്കെ ദേവനായ സിയൂസ് ഈ ദേവതകളുടെ എല്ലാവരുടെയും തലവനും കൂടിയാണ്. അദ്ദേഹം ഇറോസിനെയും സൈക്കിയെയും സഹായിക്കാമെന്ന് ഏറ്റു. മാത്രമല്ല പകരം സിയൂസ് ഒരൽപ്പം തിരിച്ച് ഒരു സഹായം ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സുന്ദരിയായ ഒരു പരിചാരികയൊക്കെ ഞാൻ കാണുകയാണെങ്കിൽ എന്നെ തിരിച്ച് പ്രണയത്തിന്റെ ദേവനായ ഇറോസിന് സഹായിക്കാൻ കഴിയും. അപ്പോൾ അതിന് എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് സിയൂസ് ഏറ്റു. സിയൂസ് ഒരു അസംബ്ലി വിളിക്കുകയാണ്. മെസ്സഞ്ചർ ഗോഡായ അല്ലെങ്കിൽ സന്ദേശവാഹകനായ ദൈവം ഹെർമിസിനെ അങ്ങോട്ട് എല്ലാ ദേവങ്ങളെയും കൂട്ടിക്കൊണ്ടുവരാനും ഒരു അസംബ്ലി വിളിക്കാനും പറഞ്ഞയച്ച് ആ അസംബ്ലിയിൽ വെച്ചിട്ട് സിയൂസ് അഫ്രഡൈറ്റിയെ വാൺ ചെയ്തു. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്? സൈക്കിയെയും ഇറോസിനെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് സൈക്കിക്ക് ദേവതകളുടെ ഡ്രിങ്കായ ഒരു അംബ്രോഷ്യ എന്ന് പറയുന്ന അവരുടെ നമ്മുടെ അമൃതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡ്രിങ്ക് കൊടുത്തിട്ട് അവൾക്ക് ഇമ്മോർട്ടാലിറ്റി, അനശ്വരത എന്ത് ചെയ്തു? കൊടുത്തു. അവളൊരു ദേവതയായിട്ട് മാറി. അങ്ങനെ സൈക്കിയും ഇറോസും വലിയൊരു ഫീസ്റ്റും വലിയ ഒരു ആഘോഷ പരിപാടികളോടൊക്കെ കൂടിയായിട്ട് കല്യാണം കഴിച്ചു. അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഹിഡോൺ എന്നാണ്. ഗോഡസ് ഓഫ് പ്ലഷർ ആണ് ഹിഡോൺ. അപ്പോ ഹിഡോൺ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് പല സ്ഥലങ്ങളിൽ ഹിഡോണിസ്റ്റിക് എന്ന് പറയുന്ന വാചകങ്ങളിലൊക്കെ കാണാൻ കഴിയും. അങ്ങനെ സൈക്കി ആത്മാവിന്റെ ദേവതയായിട്ട് മാറി. ഇതാണ് സൈക്കിയുടെ പുലിയസ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഗോൾഡൻ ആസിൽ നിന്ന് നമ്മൾ കാണുന്ന ആത്മാവിന്റെ ദേവതയായി മാറിയ മോർട്ടൽ വുമൺ ആയിരുന്ന സൈക്കിയുടെ കഥ. സൈക്കോളജിയിൽ സൈക്കി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നെസിന്റെ അൺകോൺഷ്യസ് എല്ലാ ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നതിന് ടോട്ടാലിറ്റിയെ സൂചിപ്പിക്കാനാണ് നമുക്ക് ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയുന്ന വാക്ക് സിനോണിമസ്ലി ഉപയോഗിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി പഴയ കാര്യങ്ങളിൽ. കാരണം ഒരു റിനൈസൻസ് പീരീഡ് വരെയൊക്കെ നമ്മൾക്ക് ആത്മാവ് തന്നെയായിരുന്നു നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ വ്യവഹാരങ്ങളെ, പെരുമാറ്റത്തെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കാരണമായി മനസ്സിലാക്കിയിരുന്നത് അതിന്റെ ആത്മാവായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾക്ക് സൈക്കോളജി ഈ സൈക്കിയുടെ സയന്റിഫിക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്റ്റഡി ആയിട്ട് ഒന്ന് മുതൽ മനസ്സിലാക്കിയിരുന്നതായിട്ട് കാണാം. ഈ വേർഡിന് വെസ്റ്റേൺ ഫിലോസഫിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് ഹിസ്റ്ററി കാണാൻ കഴിയും. വളരെ പഴയ കാലം മുതൽ ഈ ഒരു BC 500 മുതലൊക്കെ സൈക്കി എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ദേവതയുടെ കഥകളുമായി ബന്ധപ്പെട്ടായിരിക്കണം അവർ ഈ വാക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവാം, ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയും. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ അന്നു മുതൽ ഫിലോസഫേഴ്സ് ആയാലും മറ്റുള്ളവരായാലും ഉപയോഗിച്ചിരുന്നത് സൈക്കി എന്ന് പറയുന്ന വാക്കായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ സൈക്കി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലൈഫ് എന്നാണ്. അല്ലെങ്കിൽ അതൊരു വേർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ടു ബ്ലോ എന്നോ അല്ലെങ്കിൽ ടു ബ്രീത്ത് എന്നൊക്കെ അർത്ഥം വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കാണുന്നത് ആ ഗ്രീക്ക് വാക്കുകളാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ സിക്കോ, സൈക്കി, സിക്കി എന്നൊക്കെയായിരുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന് മറ്റു മീനിങ്ങുകൾ ചില അവസരങ്ങളിൽ സ്പിരിറ്റ് എന്നോ അല്ലെങ്കിൽ സോൾ ആത്മാവെന്നോ അല്ലെങ്കിൽ ഗോസ് പ്രേതം
ഒരു നെഗറ്റീവ് സെൻസിലല്ല, അങ്ങനെയൊക്കെ ഉപയോഗിച്ചായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു സെൽഫ്, നമ്മളുടെ വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി, കോൺഷ്യസ് പേഴ്സണാലിറ്റി, ഇങ്ങനെയൊക്കെ അർത്ഥത്തിലൊക്കെ സൈക്കി എന്ന് പറഞ്ഞ വാക്കിനെ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സൈക്കി എന്ന് പറഞ്ഞ വാക്കിന്റെ ലാറ്റിൻ ടേം എന്ന് പറയുന്നത് ആനിമ എന്നാണ്. എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആനിമ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് കാണും, എസ്പെഷ്യലി മെഡീവൽ സൈക്കോളജിയിൽ. ആൻഡ് ആനിമ എന്ന് പറഞ്ഞ വാക്കിനെ അഗെയിൻ നമുക്ക് ഇംഗ്ലീഷിൽ അർത്ഥം വെക്കാൻ പറ്റുക സോൾ എന്ന് തന്നെയാണ്. പക്ഷെ കൂടുതലും സൈക്കി എന്ന് പറഞ്ഞ വാക്കിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഗ്രീക്ക് മിത്തോളജി നമ്മളിപ്പോ ഈ കഥയിൽ കണ്ട പോലെ ഒരുപാട് ദേവന്മാരെ കുറിച്ച്, ജിയൂസിന്റെ മക്കൾ, ഭാര്യമാർ, അഥീന എന്നൊക്കെ പറയുന്ന അഫ്രഡൈറ്റി, അപ്പോളോ, ഇങ്ങനെ ഒരുപാട് ദേവന്മാരെ കുറിച്ചും അതേപോലെ വേറെ കുറെ ഫോക്ക് ആയിട്ടുള്ള സ്റ്റോറീസിൽ നമ്മൾക്ക് ഒരുപാട് കഥകൾ കാണാൻ കഴിയും. ഇതിലൊക്കെയുള്ള ഇതിന്റെ എല്ലാം കൂടെ സമാഹാരത്തെയാണ് നമ്മൾക്ക് ഗ്രീക്ക് മിത്തോളജി എന്ന് വിളിക്കാൻ പറ്റുക. ആൻഡ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഈ മിത്തോളജി അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഗ്രീക്ക് സൊസൈറ്റിയുടെ ആ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്നൊക്കെ കാണാൻ കഴിയും. ഈ മിത്തുകൾ അല്ലെങ്കിൽ ഈ ഒരു കഥകൾ പരിപൂർണമായിട്ടും സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിന് ഈ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഗ്രീക്ക് സൊസൈറ്റി. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓരോ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പൊ ഭംഗിയുടെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ അല്ലെങ്കിൽ പ്രണയത്തിന്റെ കാര്യങ്ങൾക്ക് ഈ അഫ്രഡൈറ്റിയെ ഒക്കെ ആയിരിക്കും അവര് ആരാധിച്ചിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ ഭാവി കാണാനും എന്തെങ്കിലും സഹായത്തിന് അപ്പോളോ എന്ന് പറയുന്ന ദൈവത്തിന്റെ അടുത്ത് പോയ പോലെ ജിയൂസിനെ കുറിച്ച് ഇങ്ങനെ പോപ്പുലർ ഗോഡ്സ് ആൻഡ് ഗോഡസസിന് അവരെ പ്രീതിപ്പെടുത്താനുള്ള ഒരുപാട് റിച്വൽസ് ഒക്കെ ഈ സമൂഹം ചെയ്തിരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ഒരു ഗ്രീക്ക് സൊസൈറ്റി ആക്ച്വലി ഒരു 2000 BC അത്രയും പഴക്കമുള്ള, ഇപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ നോക്കുമ്പോൾ ഒരു 4000 വർഷം ഉറപ്പായിട്ടും പഴക്കമുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തിന്റെ ഇത്തരം ആചാരങ്ങളൊക്കെ ഏകദേശം ഒരു 500 BC, 4th century, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 2500 വർഷം മുൻപൊക്കെ വന്ന കുറച്ചു പേർ, അത് ഒരു ഫിലോസഫേഴ്സ് ആയിരുന്നു. അവര് നാച്ചുറൽ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ സോഫിസ്റ്റുകൾ എന്ന് പറഞ്ഞത് സോക്രട്ടീസിന്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ. ഇവരൊക്കെ ഈ മിത്തിക്കൽ സ്റ്റോറീസിലുള്ള ഫിക്ഷനെ തിരിച്ചറിയാനും ഇത് കോമൺ സെൻസിന് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവര് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെയും നമ്മുടെ എൻവയൺമെന്റിനെയും നമ്മളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അതിനെ തിരിച്ചറിയുന്നത് ഈ കഥകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അവരിതിനെ അപ്രോച്ച് ചെയ്തു. ഗ്രീക്ക് മിത്തോളജി ഒരു നമ്മുടെ വെസ്റ്റേൺ സിവിലൈസേഷന്റെ എല്ലാ കാര്യങ്ങളിലും, അവരുടെ കലകളിലായാലും ലിറ്ററേച്ചറിലായാലും കൾച്ചറിലായാലും ഈ മിത്തോളജിയുടെയും ഈ കഥകളുടെയും വളരെ ആഴത്തിലുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് എല്ലാ മേഖലകളിലും ഒരുപാട് രീതിയിൽ നമ്മൾക്ക് ഗ്രീക്ക് മിത്തോളജിയുടെയും അവരുടെ ദൈവങ്ങളുടെയും കഥകളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് കാണാൻ കഴിയും. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഫിലോസഫേഴ്സും ഈ ഒരു ഗ്രീക്ക് ട്രഡീഷനിൽ നിന്ന് വരുന്നവരായിരുന്നു. ആർക്കിയോളജിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും ഒക്കെ ഇന്ന് കുഴിച്ചെടുത്തും പഠിച്ചും കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രീക്ക് സൊസൈറ്റിയുടെ അവരുടെ ജീവിത രീതിയുടെ, അവരുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അവരുടെ ദൈവങ്ങളുടെയും ഒക്കെ കഥകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് മിനോൻ അല്ലെങ്കിൽ മൈസീനിയൻ എന്ന് പറയുന്ന സൊസൈറ്റികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അത് നിങ്ങളെ ഈ ഒരു ഗ്രീക്ക് സൊസൈറ്റിയുടെ വിവിധ ആസ്പെക്ട്സിനെ കുറിച്ച്, അവരുടെ സൈക്കോളജിയെ കുറിച്ചും സോഷ്യോളജിയെ കുറിച്ചും ഒക്കെ നമ്മൾക്ക്, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെയും ആളുകളുടെയും ചിന്തകളെയും അവരുടെ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. സൈക്കി എന്ന് പറയുന്ന ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ നിന്ന് വരുന്ന ഈ ആത്മാവിന്റെ ദേവതയുടെ ബാക്കിയായിട്ട് ആ സമൂഹത്തിൽ സൈക്കി എന്ന് പറയുന്നത് ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന വാക്കായിരുന്നു. ഈ വാക്ക് നമ്മൾ പ്ലാറ്റോയുടെ ഫിലോസഫിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ കഴിയും. അതിൽ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് സൈക്കിയെ കുറിച്ചാണ്. നമ്മൾ എന്താണ് എന്നുള്ളതിനെ വിശദീകരിക്കാൻ പ്ലാറ്റോ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റ് സൈക്കി എന്ന് പറയുന്ന പദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പ്ലാറ്റോയുടെ കൺസെപ്ച്വലൈസേഷൻ, അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഈ ഒരു സൈക്കി എന്ന് പറഞ്ഞ ടേമിനെ ആത്മാവ് എന്നുള്ള നിലക്കായിരുന്നു. അതായത് അദ്ദേഹം വിചാരിച്ചത്, ഈ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ഇമ്മോർട്ടൽ, അത് ഒരു അനശ്വരമായ ഒരു കാര്യമാണ് ആത്മാവ്, അതിനൊരിക്കലും മരണം ഉണ്ടാവുന്നില്ല. ലേറ്റർ ഉണ്ടായിരുന്ന എബ്രാഹിമിക് റിലീജിയൻസിന്റെ ഇത്തരം തോട്ട്സിനെ പ്ലാറ്റോയുടെയും സോക്രട്ടീസിന്റെയും
ഈ ചിന്തകൾ അടിസ്ഥാനമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീട്. അപ്പൊ സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ പ്ലാറ്റോയുടെ എഴുത്തുകളിൽ നിന്നാണ് പൊതുവെ അറിയുന്നത്. ഒരു ഫിലോസഫർ ആയിരുന്നു. ലേറ്റർ ഒറിജിൻസ് ഓഫ് സൈക്കോളജി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് സോക്രട്ടീസ്. അപ്പൊ പ്ലാറ്റോയുടെ സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഫ്രേഡോ അല്ലെങ്കിൽ ഫേഡ്രസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ റിപ്പബ്ലിക്കിലൊക്കെ സോക്രട്ടീസ് പറയുന്നുണ്ട്, ആത്മാവ് എന്തുകൊണ്ട് ഇമ്മോർട്ടൽ ആവണം, എന്തുകൊണ്ടാണ് ആത്മാവിന് മരണമില്ല എന്ന് ഞാൻ വാദിക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ സോക്രട്ടീസ് പറയുന്നുണ്ട്. മാത്രമല്ല ശരീരം മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം വിട്ട് ആത്മാവ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് സോക്രട്ടീസ് വാദിക്കുന്നുണ്ട്. മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ, ഈ വിസ്ഡം അല്ലെങ്കിൽ പ്ലാറ്റോണിക് ഫോംസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ബെറ്റർ വേർഷൻ ആയിട്ടുള്ള പ്ലാറ്റോയുടെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ്, അത് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ലോകത്തെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും വിസ്ഡവും ആ ഒരു മോക്ഷ അറ്റൈൻ ചെയ്യാൻ സൈക്കിക്കാണ് സാധിക്കുക, ആത്മാവിനാണ് സാധിക്കുക. മനുഷ്യന്റെ മരണത്തോടു കൂടി അതൊരു ഹയർ പ്ലെയിനിലേക്ക് പോകുമെന്നും സോക്രട്ടീസ് വാദിക്കുന്നുണ്ട്. ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു. ആൻഡ് പ്ലാറ്റോയുടെ അടുത്ത് വന്ന് പഠിച്ചതിന് ശേഷം ഒരു വലിയ ഫിലോസഫറായി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ വ്യവഹാരങ്ങളെ കുറിച്ചും ആയിരിക്കും അദ്ദേഹം എഴുതിയത്. പെരിസൈക്കി എന്ന്, അല്ലെങ്കിൽ ഇൻ ലാറ്റിനിൽ ഡേ അനിമ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഓൺ ദ സോൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ട്രീറ്റ് എഴുതിയായിട്ട് നമുക്ക് കാണാം. ഈ പുസ്തകത്തിനകത്ത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് സോൾ അല്ലെങ്കിൽ സൈക്കി അത് മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഗെയിൻ സൈക്കി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയനിൽ അല്ലെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പ്ലാറ്റോയിൽ നിന്ന് അരിസ്റ്റോട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ എംപെരിക്കൽ ആവുന്നത്, എംപിരിസിസം ആയിരുന്നു അരിസ്റ്റോട്ടലിന്റെ പ്രധാന ആയുധം. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടെ എംപിരിക്കൽ ആയിട്ട് ഈ സൈക്കി എന്ന് പറയുന്നത് തങ്ങളുടെ ബോഡിയിലുള്ള ബോഡിലി മോഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എഗെയിൻ ലേറ്റർ ഗാലനും ഈ ഒപ്പീനിയനിൽ എത്തിച്ചേർന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ സൈക്കോളജി എന്ന് പറയുന്ന വാചകം ഒരു ഗ്രീക്ക് സൊസൈറ്റിയിൽ ഈ ഫിലോസഫേഴ്സ് അവരൊക്കെ ഉപയോഗിച്ച ആ ഒരു രീതിയിൽ നിന്ന് അങ്ങനെ കുറെ കാലങ്ങൾ തുടരുകയും ഫിലോസഫേഴ്സിന്റെ അവരുടെ വർക്കുകളിൽ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പഠനങ്ങളിലൊക്കെ സൈക്കി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു. നമ്മൾ മോഡേൺ സൈക്കോളജിയിൽ സൈക്കോളജി എന്ന് പറയുന്ന സൈക്കി ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞ വാചകങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് സൈക്കോളജി ആക്കി മാറ്റിയത് 16ാമത്തെ സെഞ്ചുറിയിൽ ഒരു ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന റുഡോൾഫ് ഗോക്കൽ. അദ്ദേഹത്തിന്റെ ജർമ്മൻ പേര് വേറെ എന്തോ ആണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ്. അതേപോലെ ഒരു ക്രൊയേഷ്യൻ പോയറ്റ് ആയിരുന്ന മാർക്കോ മർലിക് ആണ് എന്നൊക്കെ നമ്മൾക്ക് ഈ രണ്ടുപേരുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവർ ആരാണെന്ന്. പക്ഷെ ആ ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കാണാം. ഇനി മോഡേൺ ടൈംസിലേക്ക് വരുന്ന സമയത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് തന്റെ സൈക്കോ അനാലിസിസിൽ അദ്ദേഹം എന്താ പറയാ ഡെപ്ത് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സൈക്കി എന്ന് പറയുന്ന വാചകം വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ആത്മാവ് എന്നുള്ള നിലയിലൊന്നല്ല, പകരം ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട്സിനെയും ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഉള്ളിലിരിക്കുന്ന ആ ഒരു ഫോഴ്സസിനെ, അതായത് എന്തൊക്കെയോ ശക്തികളുണ്ട്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫോഴ്സ് ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കി എന്ന് പറഞ്ഞ പദം ഡിസ്കസ് ചെയ്യുന്നു. കാർൽ യുങ് ഫ്രോയിഡിന്റെ സമകാലികനായിരുന്നു. പക്ഷെ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ബിഗ്ഗർ പിക്ചർ ഓഫ് മനുഷ്യൻ, നമ്മുടെ മൈൻഡിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ കാർൽ യുങ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ സൈക്കി എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എലമെന്റിന് മാത്രമല്ല, പകരം നമ്മുടെ പെരുമാറ്റത്തിനെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് എലമെന്റും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓവർലാപ്പ് ആണ് സൈക്കി എന്ന് കാർൽ യുങ് അഭിപ്രായപ്പെട്ടതായിട്ട് മനസ്സിലാവും. കാർൽ യുങ് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും സമൂഹങ്ങളും അവരുടെ രീതികളും അവരുടെ ആചാരങ്ങളും അവരുടെ സമുദായവും ഏത് സംസ്കാരത്തിലാണ്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ചേർന്നാണ് നമ്മളാക്കുന്നത്. ആ ഒരു സൈക്കി എന്ന് പറഞ്ഞ പദത്തിന് ഒരു പേഴ്സണൽ എലമെന്റിനേക്കാൾ ഉപരി നമ്മൾ ജനിച്ചത് മുതൽ കണ്ടതും കേട്ടതും എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മൾക്ക് ഒരു കളക്റ്റീവ് എലമെന്റ് ഉണ്ടെന്ന് യങ്ങിന്റെ അഭിപ്രായം. യങ് സോൾ എന്ന് പറയുന്ന ജർമ്മൻ ഭാഷയിൽ സീൽ എന്നാണ്
ആ ഒരു വാചകവും സൈക്കിയും സെപ്പറേറ്റ് ആക്കി നിർത്താനും ഈ സൈക്കി എന്ന് പറയുന്നതിനെ ഇത്തരം എലമെന്റ്സിനെ പേഴ്സണലി ആൻഡ് കളക്റ്റീവ്ലി നമ്മൾ ഗ്യാദർ ചെയ്തിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് സൈക്കി എന്ന് പറഞ്ഞ ഒരു വാചകം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ സമയത്ത് നമ്മൾ സൈക്കി എന്ന് പറഞ്ഞ വാചകം നമ്മുടെ മൈൻഡിനെ കുറിച്ച് പൊതുവെ ഉപയോഗിക്കാറില്ല. ഇന്ന് കോഗ്നിറ്റീവ് സയന്റിസ്റ്റുകൾ സൈക്കോളജിയുടെ ഒരു സബ് ഫീൽഡാണ് കോഗ്നിറ്റീവ് സയൻസ്. അപ്പോൾ ഈ ഒരു കോഗ്നിഷൻ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ മൈൻഡ് എന്ന് പറഞ്ഞ വാക്കാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഇന്ന് ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്ന കോഗ്നിറ്റീവ് സയന്റിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. കൂടുതലും നമ്മളും മിക്കവാറും മൈൻഡ് എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ മൈൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താപരമായ ഒരുപാട് ശേഷികൾ, കഴിവുകൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക. അതിൽ കോൺഷ്യസ്നെസ് ഉൾപ്പെടുന്നുണ്ട്, പെർസെപ്ഷൻ, തിങ്കിങ്, ജഡ്ജ്മെന്റ്, ലാംഗ്വേജ്, മെമ്മറി, മേ ബി ഇന്റലിജൻസ്, അറ്റൻഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ മൈൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ എബിലിറ്റീസിന്റെയും ഒരു ആകത്തുകയാണ് മൈൻഡ് എന്ന് ഇന്നത്തെ ലേറ്റസ്റ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ യൂസേജിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാളുടെ തോട്ട്സും അയാളുടെ കോൺഷ്യസ്നെസ്സും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെയാണോ ഇരിക്കുന്നത് അതാണ് ആ ഒരു എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ മൈൻഡിന് ഇമാജിനേഷനുള്ള കഴിവുണ്ട്, റെക്കഗ്നിഷനുള്ള കഴിവുണ്ട്, ഒരുപാട് ഭാവനയിൽ കാണാനും എല്ലാം മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും അതിനെയൊക്കെ എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യാൻ, അത് എന്തിനു ഉപകരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനും, അതുപോലെ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സും ഒക്കെ പ്രോസസ് ചെയ്യാൻ, ഇതുപോലെ നമ്മൾ ആ ഇമോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ, ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നിർണ്ണയിക്കാൻ, നമ്മൾ ഇനി എന്ത് ചെയ്യുക ആക്ഷൻസ് നിർണ്ണയിക്കാൻ, ഇത്തരം എല്ലാറ്റിൻ്റെയും പുറകിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫാക്കൽറ്റി, ആ ഒരു എൻ്റയർ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, മൈൻഡ് എന്ന് വിളിക്കാമെന്നാണ് ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സൈക്കിയുടെയും ക്യൂപ്പിഡിന്റെയും കഥകളെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിന് മനുഷ്യൻ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ സൈക്കി ആത്മാവിന്റെ ദേവതയാണ്, ക്യൂപ്പിഡ് ഗോഡ് ഓഫ് ലവ് ആണ്. അപ്പോൾ ഈ ലവ് ആൻഡ് സോൾ, ഈ ആത്മാവിൻ്റെയും സ്നേഹം പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു ജോയിനിങ് ആയിട്ട്, അതേപോലെ അതിനിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ട്രയൽസ്. അപ്പോൾ ഇതിനിടയിലൊക്കെ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പല രീതിയിലും പല ഹിസ്റ്റോറിയൻസും അതേപോലെ പല എന്താ പറയുക ഫിലോസഫേഴ്സൊക്കെ അതിനെ പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ സോളിൻ്റെയും അതേപോലെ ലവിൻ്റെയും ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ലവിലേക്കുള്ള ഒരു യാത്രയായിട്ട് എന്നൊക്കെ അവര് പരാമർശിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ചില ആളുകൾ ഒരു ബട്ടർഫ്ലൈ പോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ആ കൊക്കോൺ പൊട്ടിച്ചെറിഞ്ഞ് അവസാനം ഈ പെയിനും ഈ സഫറിങ്ങും എല്ലാം കൂടെ അതെല്ലാം സഹിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു നല്ല അവസ്ഥയിലേക്ക്, വളരെ സന്തുഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് കാണിക്കാനാണ് ഈ കഥ പറയുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആത്മാവിന്റെ ദേവതയായിരുന്ന സൈക്കിയുടെ കഥ. കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ അല്ലാതെയോ വായിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇനിയും തുടർന്നും നമുക്ക് സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഇവിടെ നിർത്താണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു സോ മച്ച്.